നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി തുടങ്ങിയവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണം. ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ശയനപ്രദർശനം നടത്തി. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ദേശീയ റോവിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ആലപ്പുഴയിൽ തുടരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 22 സംസ്ഥാനങ്ങളിൽ നിന്നായി 450-ലേറെ താരങ്ങൾ പങ്കെടുക്കുന്നു. ഏപ്രിൽ 30-ന് സമാപിക്കും. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയൽ ഓർമ്മയായിട്ട് അരനൂറ്റാണ്ട്. പിതാവിൻ്റെ 50-ാം ചരമവാർഷിക ദിനം വിസ്മരിച്ച മലയാള സിനിമാ ലോകം. JC ഡാനിയലിൻ്റെ ചരിത്രം സമൂഹത്തിന് സമർപ്പിച്ചത് ചേർത്തല സ്വദേശിയായ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ. പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് KK വാര്യർക്ക് സ്മരണാഞ്ജലി. ചേർത്തലക്കാരുടെ വാര്യർ സാർ ഓർമ്മയായിട്ട് 3 വർഷം. ശിഷ്യഗണങ്ങൾ ചേർന്ന് രൂപീകരിച്ച സുവർണത്തിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ അനുസ്മരണം. പെട്ടിമുടി ദുരന്തഭൂമിയിലെ കൂവി എന്ന നായയെ മലയാളികൾ മറക്കില്ല. പെട്ടിമുടിയിൽ നിന്ന് ചേർത്തലയിൽ കൊണ്ടുവന്ന കൂവി മലയാള സിനിമയിൽ നായികയാവുന്നു. നജസ് എന്ന സിനിമയിലാണ് കൂവി നായികയായി എത്തുന്നത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി തുടങ്ങിയവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ആലപ്പുഴയിലെ എക്സൈസ് കമ്മീഷണർ ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി, പാലക്കാട് സ്വദേശിയായ മോഡൽ K സൗമ്യ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. 3 പേരോടും ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഓഫീസിലെത്താൻ നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മൊഴി രേഖപ്പെടുത്താനായി എത്തിയത്. ടെലിവിഷൻ റിയാലിറ്റി ഷോ താരമായ ജിൻഡോ, സിനിമാ നിർമ്മാതാവിന്റെ സഹായി ജോഷി എന്നിവരോടും ചൊവ്വാഴ്ച മൊഴി നൽകാൻ എത്താൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേസിലെ 1-ാം പ്രതി കണ്ണൂർ സ്വദേശി തസ്ലീമ സുൽത്താന നടന്മാരും മോഡലുമായി ഫോൺ വിളി നടത്തിയെന്ന് എക്സൈസ് കണ്ടെത്തിയിരുന്നു. ഇവരുമായി തസ്ലീമയ്ക്ക് സാമ്പത്തിക ഇടപാടുണ്ടെന്നും കണ്ടെത്തി. ലഹരി ഇടപാടിന്റെ ഭാഗമായാണോ സാമ്പത്തിക ഇടപാട് നടന്നതെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമാകും. മറ്റൊരു കേസിൽ കൊച്ചിയിൽ പിടിയിലായ ഷൈൻ ടോം ചാക്കോ ആലപ്പുഴയിലെ കഞ്ചാവ് കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയതായി സൂചനകളുണ്ട്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് ഒരു പ്രമുഖ നടനു വേണ്ടിയാണെന്നാണ് സൂചന. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണം. ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ കളക്ടറേറ്റിന് മുന്നിൽ ശയനപ്രദർശന സമരം സംഘടിപ്പിച്ചു. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ശയനപ്രദർശന സമരം സംഘടിപ്പിച്ചത്. ആലപ്പുഴ മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ശയനപ്രദർശന സമരം നടത്തി. 3-ാം ഘട്ട സമരത്തിന്റെ ഭാഗമായാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ശയനപ്രദർശന സമരം നടത്തിയത്. മുഹമ്മയിലെ രാജീവ് ജ്വല്ലറി ഉടമ പണിക്കാമ്പറമ്പിൽ രാധാകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ശയനപ്രദർശന സമരം നടത്തിയത്. മോഷണക്കേസ് പ്രതിയുമായുള്ള കടുത്തുരുത്തി പോലീസിന്റെ തെളിവെടുപ്പിനിടെ ജ്വല്ലറിയിൽ വെച്ച വിഷദ്രാവകം ഉള്ളിൽ ചെന്നാണ് രാധാകൃഷ്ണൻ മരിച്ചത്. ജ്വല്ലറിയിൽ വെച്ച് രാധാകൃഷ്ണനെ കടുത്തുരുത്തി SHO മർദ്ദിച്ചുവെന്നും കുടുംബം പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക, നിരാലംബരായ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കുക, മകൻ രതീഷിന് സർക്കാർ ജോലി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കൗൺസിൽ 3-ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ശയനപ്രദർശന സമരം നടത്തിയത്. മുൻ MLA A. ഷുക്കൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും CPM നേതാവ് പോയോ? ആലപ്പുഴയുടെ MLA പോയോ? ആരെങ്കിലും ഇത് ചെയ്യണ്ടേ? ഇത് അന്വേഷിക്കണ്ടേ? എന്ത് പാതകമാണ് ഇവർ ചെയ്തത്? അവർ ചെയ്തത് മോഷണം ചെയ്ത മുതൽ വാങ്ങിയെന്നുള്ളതാണ്. മോഷണം ചെയ്ത മുതൽ റിക്കവറി ചെയ്യാൻ വരുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഞാൻ ഈ ഫീൽഡുമായി ബന്ധമുള്ള ഒരാളാണ്. എൻ്റെ കുടുംബം ഇപ്പോഴും ഈ സ്വർണ്ണ കച്ചവടത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ ആശാരിമാർ ചെയ്യുന്ന ജോലികളെ കുറിച്ച് കൃത്യമായി ബോധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്,
ഈ കാര്യത്തിൽ കാട്ടിയ അലംഭാവം ഉണ്ടല്ലോ. മാത്രമല്ല മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു നരഹത്യയെ തന്നെയാണ്, കൊലപാതകമാണ് പോലീസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ കെ ചന്ദ്രൻ, രക്ഷാധികാരി MK ദാസപ്പൻ, TK സോമശേഖരൻ, KS സുകുമാരൻ, VV കണ്ണൻ, അനീഷ് കൊട്ടാരക്കര എന്നിവർ സംസാരിച്ചു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുന്നത് അന്വേഷണ പുരോഗതിയെ ബാധിച്ചിട്ടുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. രാധാകൃഷ്ണന്റെ കുടുംബത്തിന് നീതി കിട്ടും വരെ സമരം തുടരാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ടൈം ന്യൂസ്, ആലപ്പുഴ. ദേശീയ റോവിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ആലപ്പുഴയിൽ തുടരുന്നു. 22 സംസ്ഥാനങ്ങളിൽ നിന്നായി 450-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്നു. ഏപ്രിൽ 30-നാണ് സമാപനം. സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന ദേശീയ റോവിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ പുന്നമടയിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശീലന കേന്ദ്രത്തിൽ ആരംഭിച്ചു. PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. രാവിലെ 7-ന് മത്സരങ്ങൾ തുടങ്ങിയിരുന്നു. 22 സംസ്ഥാനങ്ങളിൽ നിന്നായി 450-ലേറെ താരങ്ങൾ മത്സരത്തിനായി എത്തിയിട്ടുണ്ട്. എർഗോമീറ്റർ എന്ന യന്ത്ര സജ്ജീകരണത്തിൽ ഇരുന്നാണ് തുഴയേണ്ടത്. എർഗോമീറ്ററാണ് പ്രകടന മികവ് അളക്കുന്നത്. വെള്ളത്തിൽ തുഴയുമ്പോൾ ഓരോ താരവും എത്ര ശക്തി ഉപയോഗിച്ച് എന്ന് അളക്കാനാകില്ല. എന്നാൽ എർഗോമീറ്ററിൽ ഇതും സാധ്യമാണ്. ഇതിൽ 2000 മീറ്റർ സെറ്റ് ചെയ്താണ് മത്സരം ആരംഭിച്ചത്. യന്ത്രത്തിലെ പ്രത്യേക വള്ളിയിൽ പിടിച്ചു വലിച്ച് പിന്നോട്ടായുകയാണ് വേണ്ടത്. റോവിംഗിൽ തുഴയുന്നതിന് സമാനമാണ് ഈ ചലനം. ഓരോ തവണയും വള്ളി വലിക്കുന്നതിലെ ബലം കണക്കാക്കി വള്ളം മുന്നോട്ട് നീങ്ങുന്നതായി സ്ക്രീനിൽ കാണാം. ഏറ്റവും വേഗത്തിൽ 2000 മീറ്റർ കടക്കുന്നയാളാണ് വിജയി. മത്സരം സംഘടിപ്പിക്കുന്നതിന് 30 എർഗോമീറ്ററുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ടൈം ന്യൂസ്, ആലപ്പുഴ. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയൽ ഓർമ്മയായിട്ട് അരനൂറ്റാണ്ട്. പിതാവ് ഓർമ്മയായിട്ട് 50 വർഷം പിന്നിടുമ്പോൾ അത് വിസ്മരിച്ച മലയാള സിനിമാ ലോകം. JC ഡാനിയലിൻ്റെ ചരിത്രം സമൂഹത്തിന് സമർപ്പിച്ചത് ചേർത്തല സ്വദേശിയായ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ. മരണം പോലെ തന്നെ JC ഡാനിയലിൻ്റെ വേർപാടിൻ്റെ 50-ാം വർഷവും ആരും അറിയാതെ കടന്നുപോയി. ചലച്ചിത്രമെന്ന അത്ഭുതം മലയാളത്തിന് സമ്മാനിച്ച JC ഡാനിയൽ 1975 ഏപ്രിൽ 27-നായിരുന്നു കന്യാകുമാരിക്കടുത്ത് അഗസ്തീശ്വരത്ത് ആരോരും അറിയാതെ മരണപ്പെട്ടത്. 18 വർഷങ്ങൾക്ക് ശേഷം സർക്കാരും മലയാള സിനിമയും ജോസഫ് ചെല്ലയ്യ ഡാനിയൽ നാടാരെ JC ഡാനിയലിനെ മലയാള ചലച്ചിത്രത്തിന്റെ പിതാവായി പ്രഖ്യാപിച്ചു. JC ഡാനിയൽ വെട്ടിത്തെളിച്ച വഴിയിലൂടെ വളർന്ന സിനിമയും സിനിമാ വ്യവസായവും രൂപവും ഭാവവും മാറിയപ്പോഴും പിതാവിൻ്റെ ഓർമ്മകൾ വർഷത്തിലൊരിക്കൽ ഒതുങ്ങുന്ന പുരസ്കാരത്തിൽ മാത്രം ഒതുങ്ങി. മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരനൊരുക്കിയ പ്രതിഭയാണ് സിനിമയുടെ ആഡംബര തിളക്കത്തിൽ മറഞ്ഞുപോയത്. തിരുവനന്തപുരത്ത് ആദ്യത്തെ സ്റ്റുഡിയോ ആയ ദ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് സ്ഥാപിച്ചായിരുന്നു ഡാനിയൽ വിഗതകുമാരനൊരുക്കിയത്. നിർമ്മാണത്തിനും രചനയും സംവിധാനത്തിനുമൊപ്പം പ്രധാന വേഷത്തിലും ആ പ്രതിഭയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രിന്റ് പ്രൊജക്ടറിലാക്കി പലയിടങ്ങളിൽ പ്രദർശിപ്പിച്ചതും അദ്ദേഹമായിരുന്നു. വിഗതകുമാരനിലൂടെ മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും സിനിമ കാരണം സാമ്പത്തികമായി തകർന്ന ഡാനിയൽ കളം വിടുകയായിരുന്നു. അവസാന കാലത്ത് ആരും അറിയാതെ ഏറെ കഷ്ടതകളോടെ ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഡാനിയൽ മരിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചേർത്തല സ്വദേശിയായ സിനിമാ ചരിത്രകാരൻ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ എഴുതിയ ലേഖനത്തിലൂടെയാണ് മരണം നാടറിയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സിനിമാ ചരിത്രകാരൻ ശ്രീ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നമ്മൾ വേണ്ട വിധം വിലമതിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ JC ഡാനിയലിൻ്റെ ജീവചരിത്രം അന്വേഷിച്ചിട്ടുള്ള വളരെ ദുഷ്കരമായ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഡാനിയലിൻ്റെ ജീവചരിത്രം ശ്രീ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ കണ്ടെത്തുന്നതും. എന്നാൽ അദ്ദേഹമാണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മലയാറ്റൂർ രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഫയൽ മുന്നിൽ വന്നപ്പോഴത്തേക്ക് അത് നിഷ്കരണം അദ്ദേഹം അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ അതിനെതിരെയൊക്കെ ശ്രീ K കരുണാകരൻ്റെ ഒരു സഹായം കൊണ്ടാണ് ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ്റെ ഈ JC ഡാനിയലിനെ മലയാള സിനിമയുടെ പിതാവായി അവരോധിക്കാനുള്ള ശ്രമം ഫലവത്തായി തീർന്നത്. അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തൽ ശ്രീ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു എന്നത് തന്നെ അദ്ദേഹത്തെ നിത്യസ്മരണീയനാക്കി തീർക്കുന്നു. JC ഡാനിയലിൻ്റെ ജീവിതം ആസ്പദമാക്കി 2013 കമൽ സെല്ലുലോയിഡ് എന്ന സിനിമ ഒരുക്കിയിരുന്നു. ഏറെ കാലത്തെ പോരാട്ടങ്ങൾക്ക് ശേഷമായിരുന്നു JC ഡാനിയലിനെ പിന്നീട് മലയാള സിനിമയുടെ പിതാവായി സർക്കാർ അംഗീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് KK വാര്യർക്ക് സ്മരണാഞ്ജലി. ചേർത്തലക്കാരുടെ KK വാര്യർ സാർ ഓർമ്മയായിട്ട് 3 വർഷം തികയുന്നു. ശിഷ്യഗണങ്ങൾ ചേർന്ന് രൂപീകരിച്ച സുവർണത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ശ്രദ്ധേയമായി. ആർട്ടിസ്റ്റ് KK വാര്യർ ചിത്രകലയിൽ ചേർത്തലയുടെ അഭിമാനം.
വാര്യർ സാർ ഓർമ്മയായിട്ട് 3 വർഷം തികയുന്നു. 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ചേർന്ന് ഗുരുസ്മരണ സംഘടിപ്പിച്ചു. സുവർണം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ചേർത്തല ടൗൺ LP സ്കൂളിലാണ് 2 ദിവസങ്ങളിലായി ഗുരുസ്മരണ ഒരുക്കിയത്. വിദ്യാർത്ഥികളുടെ ചിത്രരചന മത്സരം, ചിത്രപ്രദർശനം, കവിയരങ്ങ്, അനുസ്മരണ സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചിരുന്നു. വാര്യർ സാറിൻ്റെ സഹധർമ്മിണി മാധവിക്കുട്ടി KK വാര്യർ പുഷ്പാർച്ചന നടത്തി ദീപം തെളിച്ചു. തുടർന്ന് ചിത്രരചനാ മത്സരം ആരംഭിച്ചു. റിട്ടയർഡ് ചിത്രകലാ അധ്യാപകൻ പുരുഷോത്തമൻ നേതൃത്വം നൽകി. ചിത്രകലാ അധ്യാപകൻ രാജൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാക്കുകൾ വേണ്ടിവരും എന്നാലോചിച്ച് നോക്കുക, എത്ര പാരഗ്രാഫുകൾ വേണ്ടിവരും എന്നാലോചിച്ച് നോക്കുക. പക്ഷേ ഒരു ചിത്രകാരൻ തൻ്റെ വരകൾ കൊണ്ട്, വർണ്ണങ്ങൾ കൊണ്ട് അതിമനോഹരമായ രീതിയിൽ അതിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ചിലരെല്ലാം അതേപടി ഒപ്പിയെടുക്കുകയാണ്. അത് നേരിട്ടുള്ള കാഴ്ചകൾ കൊണ്ടാണ്, കണ്ണുകൾ കൊണ്ട് കാണുന്നവയെ എടുക്കുകയാണ്. ചിലതെല്ലാം ഉൾക്കണ്ണിൽ കാണുന്നവയാണ്. അങ്ങനെയും ചില ചിത്രങ്ങളുണ്ടല്ലോ. അതെല്ലാം വരയ്ക്കുക എന്നതിനകത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെ യാതൊരു രീതികളും ഇല്ലാതിരുന്ന കാലത്ത് വാര്യർ സാർ അദ്ദേഹത്തിന് ലഭ്യമായ ഇനങ്ങൾ കൊണ്ടെല്ലാം അദ്ദേഹം വരച്ചു വെച്ചു. ആ വരച്ചു വെച്ചത് ഇന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിൽ എത്തിക്കുകയാണ്. ഇതാണ് അവരുടെ ഒരു മഹിമ എന്ന് പറയുന്നത്. മംഗളം ചീഫ് ആർട്ടിസ്റ്റ് T. ബേബി അധ്യക്ഷത വഹിച്ചു. കേരള പോലീസ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇൻസ്പെക്ടർ അനന്തലാൽ മുഖ്യപ്രഭാഷണം നടത്തി. അമ്മ വിളിക്കുന്നു കള്ളൻ, കൊച്ചു കുതൂതികൾ കാട്ടുന്ന നേരത്ത് ഏട്ടൻ വിളിക്കുന്നു കള്ളൻ. ഓട്ടത്തിൽ ചാട്ടത്തിൽ ഒന്നാമതായപ്പോൾ കൂട്ടുകാർ വാഴ്ത്തി നീ കള്ളൻ. അച്ഛനോടമ്മിനി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ മിടുക്കണി കള്ളൻ. കാമിനിമാരെ കമണ്ടടിക്കുമ്പോഴും നാണമില്ലല്ലോട കള്ള. കല്യാണ പെണ്ണിന്റെ കൈയും പിടിച്ച് ദീപം വലം വെച്ച നേരം ഇത്തിരി കിളിയാക്കിയ നേരത്ത് കാതിൽ പറഞ്ഞവൾ കള്ളൻ. കള്ളം പറയാതെ കള്ളവും ചെയ്യാതെ കള്ളനായി പണ്ടേ പിറന്നു ഞാൻ, കള്ളനായി പണ്ടേ പിറന്നു. ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ TS അജയകുമാർ, ആലപ്പി ഋഷികേശ്, TR സുരേഷ്, ആർട്ടിസ്റ്റ് വരദൻ, ആർട്ടിസ്റ്റ് സുനിൽ പങ്കജ് തുടങ്ങിയവർ സംസാരിച്ചു. KK അനിൽകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ടൈം ന്യൂസ് ചേർത്തല. വയലാർ PRCയുടെ നേതൃത്വത്തിൽ പുതുതായി സജ്ജമാക്കിയ റൂഫ്ഡ് വോളിബോൾ സ്റ്റേഡിയത്തിൻ്റെയും അക്രലിക് കോർട്ടിൻ്റെയും ഉദ്ഘാടനം മെയ് 1 നടക്കും. മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി, സംസ്ഥാന കൃഷിമന്ത്രി P. പ്രസാദ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ആലപ്പുഴ MP KC വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് PRC ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയലാർ ഫിസിക്കൽ റിക്രിയേഷൻ സെന്റർ 5.5 പതിറ്റാണ്ട് കായിക രംഗത്ത് കലാപ്രതിഭകളെയും ജീവനെ സൃഷ്ടിച്ചെടുത്ത ഒരു കായിക കേന്ദ്രം. ഒരുപാട് കായിക താരങ്ങളുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് കേന്ദ്രമാക്കി. ഒരുപക്ഷെ കേരളത്തിൽ ഇതംപ്രദമായിട്ടായിരിക്കും ഇപ്പോൾ ഏകദേശം 1 കോടിയുടെ അടുത്ത് മുടക്കുമുതലുള്ള ഒരു സ്റ്റേഡിയം, അതിനോടനുബന്ധിച്ചിട്ട് അക്രിലിക് കോർട്ട്, അതിനോടനുബന്ധിച്ച് ഫെൻസിങ്, ഒട്ടനവധി പരസ്യ ഏർപ്പാടുകളൊക്കെ ചേർന്ന് അത്യാധുനിക ഓഡിറ്റോറിയത്തിൻ്റെ ഏകദേശം ഒരു 75 ലക്ഷം രൂപ മുടക്കി നമ്മുടെ സ്റ്റേഡിയം പാർഷ്യലായിട്ട്, പൂർണ്ണമായിട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും കളിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ അവിടെ പണിതു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഫെൻസിങ്, അനുബന്ധമായ ഒരു 25 ലക്ഷം രൂപയുടെ ചെലവ് കൂടി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് 25 ലക്ഷം രൂപ ചിലവായത്. നമ്മുടെ നാട്ടുകാരെ സമീപിച്ചു. നാട്ടുകാരെ PRC എന്ന ആ 3 അക്ഷരം അവരുടെ മനസ്സിൽ നിന്ന് നിലനിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും ഒരു 2 മാസക്കാലം ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു, ഫണ്ട് സ്വരൂപിച്ചു. ഏകദേശം 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റോട് കൂടിയാണ് നമ്മൾ ഇതിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നത്. അത് 1-ാം തീയതി വൈകിട്ട് 5 മണിക്ക് വയലാർ രവിയാണ് സ്റ്റേഡിയം ഉദ്ഘാടനം. എൻ്റെ കോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്
നമ്മുടെ സജി ചെറിയാൻ. മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി അനുവദിച്ച 45 ലക്ഷം രൂപ ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച റൂഫ്ഡ് വോളിബോൾ സ്റ്റേഡിയവും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച അക്രലിക് കോർട്ടും മെയ് 1-ാം തീയതി വൈകിട്ട് കുട്ടികൾക്കായി തുറന്നു കൊടുക്കുന്നു. മെയ് 1-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അക്രലിക് കോർട്ടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ആലപ്പുഴ MP KC വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തും. ദേശീയ സ്കൂൾ ഗെയിംസ് താരം ഗൗരി നന്ദനിയെ അനുമോദിക്കും. തുടർന്ന് PRC മുൻ പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും ആദരിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, മുൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം അബ്ദുൾ റസാഖ്, വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി, കേരള സംഗീത നാടക അക്കാദമി അംഗം വയലാർ ശരത്ചന്ദ്ര വർമ്മ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SV ബാബു, VN അജയൻ, മനു C പുളിക്കൻ, വയലാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയലേഖ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UG ഉണ്ണി തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിക്കും. PRC ജനറൽ സെക്രട്ടറി VA നൌഷാദ് കൃതജ്ഞതയും ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ AK അജയകുമാർ സ്വാഗതവും പറയുമെന്ന് സംഘാടകരായ AK അജയകുമാർ, KP നടരാജൻ, UG ഉണ്ണി എന്നിവർ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പെട്ടിമുടി ദുരന്തഭൂമിയിലെ കൂവി എന്ന നായയെ മലയാളികൾ മറക്കില്ല. പെട്ടിമുടിയിൽ നിന്ന് ചേർത്തലയിൽ കൊണ്ടുവന്ന കൂവി മലയാള സിനിമയിൽ നായികയാവുന്നു. നജസ് എന്ന സിനിമയിലാണ് കൂവി നായികയായി എത്തുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 2 നായ്ക്കുട്ടികൾ ചേർന്ന സിനിമയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു എന്ന അപൂർവ നിമിഷത്തിനും പോസമ്മിറ്റ് വേദിയായി. നജസിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച കുവിയും മറ്റൊരു നായക്കുട്ടിയായ ട്യൂട്ടും ചേർന്നാണ് നജസിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പ്രകാശനം ചെയ്തത്. തിരക്കഥ എഴുതി തീരുന്നതിന് മുൻപേ നായികയെ തീരുമാനിച്ചിരുന്നുവെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീജിത്ത് പൊയിൽക്കാവ പറയുന്നു. തിരക്കഥ തയ്യാറായപ്പോൾ തന്നെ അജിത്തിനെ വിളിച്ച് കഥയ്ക്കാവശ്യമായ വിധത്തിലുള്ള പരിശീലനം കുവിക്ക് നൽകണമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് 6 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് കുവി ക്യാമറയ്ക്ക് മുൻപിലെത്തിയത്. കഥാപാത്രത്തിന് ആവശ്യമായ വിധത്തിലുള്ള പരിശീലനം നൽകിക്കൊണ്ട് തന്നെ റീടേക്കുകളുടെ ആവശ്യം വന്നില്ലെന്നത് ശ്രദ്ധേയമാണ്. വരി ദി സെന്റൻസ് എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന അവാർഡ് ജേതാവായ ശ്രീജിത്ത് പൊയ്ക്കാവലിന്റെ സംവിധാനത്തിൽ ഒരുക്കുന്ന നജസ് മനുഷ്യ മനസ്സിന്റെ ആന്തരിക കലാപങ്ങളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. ഡോക്ടർ മനോജ് ഗോവിന്ദനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മുരളി നീലാംബരി, പ്രകാശ് C നായർ എന്നിവർ സഹനിർമ്മാതാക്കളാണ്. നീലാംബരി പ്രൊഡക്ഷൻസും വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസും സംയുക്തമായാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ചിത്രത്തിൽ നായയുടെ കഥാപാത്രത്തെയും മനുഷ്യ കഥാപാത്രങ്ങളെയും സമന്വയിപ്പിക്കുന്ന അപൂർവമായ പ്രതിനിധാനവും മികച്ച സാങ്കേതിക ഘടനകളും ഗൗരവമായി വിലയിരുത്തപ്പെടുന്നു. ഒട്ടേറെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരങ്ങളും പ്രേക്ഷക ശ്രദ്ധയും നേടിക്കഴിഞ്ഞ നജസ് മെയ് 29-ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. ആലപ്പുഴയിലെ നവീകരിച്ച മഹിളാ മന്ദിരം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പ് അനുവദിച്ച 16 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മഹിളാ മന്ദിരം നവീകരിച്ചത്. ആലപ്പുഴയിലെ നവീകരിച്ച മഹിളാ മന്ദിരം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ മന്ദിരം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷയായി. വനിതാ ശിശുവികസന ഓഫീസർ S ഷിംന, CWC ചെയർപേഴ്സൺ G വസന്തകുമാരി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, S കവിത, MG സതീദേവി, കൗൺസിലർമാരായ B നസീർ, ക്ലാരമ്മ പീറ്റർ, P രതീഷ്, വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ R സൗമ്യ, ICDS സെൽ സീനിയർ സൂപ്രണ്ട് ഹാരിസ്, സൂപ്രണ്ട് നിഷ രാജ് എന്നിവർ സംസാരിച്ചു. നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ നസീർ പുന്നക്കൽ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് S മുരളീധരന് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. സംസ്ഥാന സീനിയർ ഷട്ടിൽ ടൂർണമെൻറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ടീം അംഗങ്ങൾക്ക് ഇതോടൊപ്പം അനുമോദനവും നൽകി. ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് S മുരളീധരന് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. ആലപ്പുഴ രാമവർമ്മ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഭൗതികമായ സഹായമൊന്നും കിട്ടിയില്ലെങ്കിലും സ്പോർട്സിനെ കൊണ്ടു നടക്കുന്നവരോട് നാം ധാരാളം അല്ലെ അതിലേക്ക് ഏറെ താല്പര്യപ്പെട്ട് സ്വന്തമായി ആ സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കാണാം. അവർ മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായി എന്തെങ്കിലും സഹായം കിട്ടുന്നതുകൊണ്ടായിരിക്കില്ല. അതൊന്നുമില്ലാതെ ഞാൻ നിൽക്കുന്നവരാണ്. ഒരുപക്ഷെ ഔദ്യോഗികമായ രീതികൾക്കപ്പുറം പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒന്ന് തന്നെയാണത്. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ, മറ്റൊരു സഹായവുമില്ലാതെ കയ്യിലെ പണം കൂടി മുടക്കി ഒരുപാട് പേരുടെ ഫീൽഡിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കയ്യിലെ പൈസ ചിലവാക്കി കായിക താരങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരെ പിൻ ചെയ്യിപ്പിക്കുന്ന എത്രയോ പേരെ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ കാണാം. അവരവരുടെ ഉള്ളിൽ അവർ ജീവിക്കുന്നത്
ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു ലാംഗ്വേജ് ഇല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്പോർട്സ് മുഖ്യ കാര്യമായി അവരുടെ ജീവിതത്തിൽ കാണുന്നതിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു വ്യത്യാസമാണ്. 36 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന സീനിയർ ഷട്ടിൽ ബാഡ്മിൻ്റണിൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ജില്ലാ ടീം അംഗങ്ങളെ എച്ച് സലാം MLA ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ ഷട്ടിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ശിവദാസ് അധ്യക്ഷനായി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അർജുന PJ ജോസഫ്, ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു, അഡ്വക്കേറ്റ് ഫിലിപ്പ് എബ്രഹാം, ദക്ഷിണമേഖലാ ജയിൽ DIG വിനോദ് കുമാർ, ഹോക്കി കേരള സെക്രട്ടറി CT സോജി, PK വിനോദ്, A ബാലകൃഷ്ണൻ, ഡോക്ടർ സിന്ധു ശ്രീധരൻ, പ്രതിപാൽ, ഷട്ടിൽ ബാഡ്മിൻ്റൺ സെക്രട്ടറി S വിനോദ് കുമാർ, ആനന്ദ് ബാബു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് നിർമ്മിച്ച അസം സ്വദേശി മോട്ടോർ വാഹന വകുപ്പിൻ്റെ പിടിയിലായി. കുത്തിയതോട് നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് അസം സ്വദേശി മോട്ടോർ വാഹന വകുപ്പിൻ്റെ പിടിയിലായത്. മകൻ്റെ ലൈസൻസ് ഉപയോഗിച്ച് വ്യാജ ലൈസൻസ് നിർമ്മിച്ച ആസാം സ്വദേശി പിടിയിലായി. കുത്തിത്തോട് ഭാഗത്ത് വാഹന പരിശോധനയ്ക്കിടെ എയ്സ് വാഹന ഡ്രൈവറായ ആസാം സ്വദേശി 50 വയസ്സുള്ള അഹിദുൽ ഇസ്ലാമിനെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ചോദ്യം ചെയ്യുന്നതിനിടെയാണ് മകൻ മൊയ്തീൻ ഇസ്ലാമിൻ്റെ ലൈസൻസ് വെച്ച് വ്യാജമായി ആസാമിൽ നിർമ്മിച്ചതെന്ന് അഹിദുൽ ഇസ്ലാം സമ്മതിച്ചത്. മകൻ്റെ അസൽ ലൈസൻസിൽ ഫോട്ടോ, ഒപ്പ്, പേര്, ജനനത്തീയതി എന്നിവ തിരുത്തിയാണ് വ്യാജ ലൈസൻസ് നിർമ്മിച്ചത്. ആക്രി സാധനങ്ങൾ എടുത്ത് വിൽപ്പന നടത്തുന്ന ഇയാൾ വാടകയ്ക്കെടുത്ത ഓട്ടോയ്ക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇയാളിൽ നിന്ന് 13,000 രൂപ പിഴ ഈടാക്കി. തുടർ അന്വേഷണത്തിനായി കേസ് പോലീസിന് കൈമാറിയതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ലോട്ടറി മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം കേരള ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. ലോട്ടറി മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട കേരള ലോട്ടറി ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INDUCയുടെ നേതൃത്വത്തിൽ ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അസോസിയേഷന്റെ പ്രിയപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാനീയനും ആരാധനമായിട്ടുള്ള ശ്രീ ജീവിതൻ സമര സന്ദേശം പകരുന്ന ധർണാ സമരം. ഈ ധർണാ സമരത്തിൽ സീനിയർ നേതാവായിട്ടുള്ള വൈസ് പ്രസിഡന്റായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നു, തോമസ് ഐസക്ക് ഇതിന് ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം തന്ത്രപരമായി GST എന്ന് പറയുന്നതിനകത്ത് തന്ത്രം കൊണ്ടുവന്നു. ആ തന്ത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് വ്യത്യസ്തമായി കേന്ദ്രത്തിലെ GST കൗൺസിൽ കണക്കെടുപ്പ് നടത്തി 28% നികുതി ലോട്ടറിക്കകത്ത് കൊണ്ടുവന്ന് 14% നികുതി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്കാക്കി. 14% ഇവിടെ നിന്ന് കൊടുക്കുന്നത് സൗകര്യമുള്ള സമയത്ത്, സെറ്റിൽമെന്റിന്റെ സമയത്താണ്. അങ്ങനെ 28% ഒരു കാലഘട്ടം മുഴുവനും സംസ്ഥാന ഖജനാവിന് കൈകാര്യം ചെയ്യത്തക്കവണ്ണം നടപടി സ്വീകരിച്ചപ്പോൾ പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികളുടെ ജീവിതത്തിന് അവിടെ ഒരു അസ്തമനത്തിന്റെ ആരംഭം കുറിച്ചു. അവിടെ കമ്മീഷൻ കുറച്ചു, സമ്മാനഘടന മാറ്റി, സമ്മാനമില്ലാത്ത അവസ്ഥയുണ്ടായി. അന്ന് മുതൽ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണം രാജ്യത്തെ ലോട്ടറി തൊഴിലാളികളെ സംബന്ധിച്ചും സാധാരണക്കാരെ സംബന്ധിച്ചും ദയനീയമായ അവസ്ഥയിലേക്ക് അവരെത്തിക്കുമ്പോൾ ഈ ലോട്ടറിയുടെ രംഗത്ത് സാന്തിക മാർട്ടിനെ പോലെയുള്ള വൻകിടക്കാർ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇത് അടച്ചുപറിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാളും വലിയ സാന്തികോ മാർട്ടിന്മാര് തമിഴ്നാട്ടിൽ നിന്നുള്ള പുറം ലോബി, കേരള സംസ്ഥാനത്തെ വൻകിട കച്ചവടക്കാർ ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ എടുത്തുകൊണ്ട് പാവപ്പെട്ടവരെ ടിക്കറ്റ് കിട്ടാത്ത അവസരം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ലക്ഷക്കണക്കിന് സ്വർണ്ണക്കട പോലുള്ള കടകൾ രാജ്യത്തുണ്ടാക്കിക്കൊണ്ട് ഈ ലോട്ടറിയുടെ കച്ചവടം അവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് PR സജീവ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ലജീവ് വിജയൻ, സീനിയർ വൈസ് പ്രസിഡന്റ് ജെയിംസ് അധികാരം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KC ആന്റണി, INDUC ജില്ലാ സെക്രട്ടറി U അശോക് കുമാർ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് KG ഹരിദാസ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തങ്കച്ചൻ കാരക്കാവയൽ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഹരിഹരൻ നായർ, INDUC റീജിയണൽ പ്രസിഡന്റ് G സുരേഷ് ബാബു തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. SSF ചേർത്തല ഡിവിഷൻ സമ്മേളനം ചൊവ്വാഴ്ച നടക്കും. ശരികളുടെ ആഘോഷം എന്ന സന്ദേശവുമായാണ് ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 53ാമത് സ്ഥാപക ദിനത്തിൽ SSF മുന്നോട്ട് വയ്ക്കുന്ന സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലായിരിക്കും സമ്മേളനം നടക്കുക. ലഹരിക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ നടന്ന
ഒന്നാം ഘട്ട ലഹരി സൈബർ ക്രൈമുകൾക്കെതിരെയുള്ള സമരപരിപാടികൾക്ക് ശേഷം നടക്കുന്ന രണ്ടാം ഘട്ട പദ്ധതിയാണ് ഇത്. കേരളത്തിലെ 125 ഡിവിഷനുകളിലെ എല്ലാ ഡിവിഷനുകളിലും ഈ പരിപാടി നടക്കുന്നു. സമൂഹം ഏറെ ആശങ്കയോടുകൂടെ ഉറ്റുനോക്കുന്ന വിദ്യാർത്ഥിത്വത്തിൽ ഏറെ പ്രതീക്ഷയുണ്ട് എന്ന ആശയമാണ് സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന ഡിവിഷൻ സമ്മേളനം വിദ്യാർത്ഥി റാലിയിൽ 2 സെക്ടറുകളിൽ നിന്നായി 100-ലധികം വിദ്യാർത്ഥികൾ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കും. ലഹരിയും അധാർമികതയും വർദ്ധിച്ച ഈ സാഹചര്യത്തിൽ പുതുകാല വിദ്യാർത്ഥിത്വത്തിന്റെ ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച് പ്രഗത്ഭർ വിവിധ സെഷനുകളിലായി ക്ലാസ് നയിക്കും. SSF സ്ഥാപക ദിനമായ ഏപ്രിൽ 29-ന് SSF ചേർത്തല ഡിവിഷൻ സമ്മേളനം കോടന്തുരുത്ത് മൊഹ്യുദ്ദീൻ മദ്രസ അങ്കണത്തിൽ വെച്ച് നടക്കും. 53ാമത് സ്ഥാപക ദിനത്തിൽ SSF മുന്നോട്ട് വയ്ക്കുന്ന സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുക. ലഹരിക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ നടന്ന ഒന്നാം ഘട്ട ലഹരി സൈബർ ക്രൈമുകൾക്കെതിരെയുള്ള സമരപരിപാടിക്ക് ശേഷം നടക്കുന്ന രണ്ടാം ഘട്ട പദ്ധതിയാണ് കേരളത്തിലെ 125 ഡിവിഷനുകളിലെ ഡിവിഷൻ സമ്മേളനങ്ങൾ. സമൂഹമേറെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന വിദ്യാർത്ഥിത്വത്തിൽ ഏറെ പ്രതീക്ഷയുണ്ട് എന്ന ആശയമാണ് സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന ഡിവിഷൻ സമ്മേളനം വിദ്യാർത്ഥി റാലിയിൽ 2 സെക്ടറിൽ നിന്നായി 100-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. SYS ആലപ്പുഴ ജില്ലാ ദവാ പ്രസിഡന്റ് മുഹമ്മദ് നിയാസ് അസനി തൈക്കൽ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ SSF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി മുഹമ്മദ് ഷെരീഫ് കോഴിക്കോട്, ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അജ്മൽ ജൗഹരി അസഖാഫി കായംകുളം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹാഫിൽ മുഹമ്മദ് ഷെരീഫ് ഹാഷിമി തുടങ്ങിയവർ സംസാരിക്കും. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അജ്മൽ ജൗഹരി അസഖാഫി കായംകുളം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹാഫിൽ മുഹമ്മദ് ഷെരീഫ് ഹാഷിമി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ ജനറൽ സെക്രട്ടറി സിറാജുദ്ദീൻ അസ്ഹനി കോടന്തുരുത്ത, ഡിവിഷൻ സെക്രട്ടേറിയറ്റ് അംഗം അസ്ഹറുദ്ദീൻ എന്നിവർ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. SSF അരൂർ ഡിവിഷൻ സമ്മേളനം ചൊവ്വാഴ്ച വടുതലയിൽ നടക്കും. അരൂക്കുറ്റി വടുതലയിൽ നടക്കുന്ന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടാസ്കുകൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ സമ്മേളനത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരുന്നത്. വിദ്യാർത്ഥികൾ സമൂഹത്തിൽ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് അയൽവാസികളോടുള്ള കടപ്പാടുകൾ, അതുപോലെ സമൂഹത്തിന്, വീട്ടിൽ മാത്രമല്ല സമൂഹത്തിന് വേണ്ട മുഴുവൻ ബാധ്യതകളിൽ നിന്ന് ചെറിയൊരു ടാസ്കുകൾ അവരെ ഏൽപ്പിച്ച് അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് മുഴുവൻ വിദ്യാർത്ഥികളും നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരുന്നത്. ആ പരിപാടികളിൽ എല്ലാ പ്രാസ്ഥാനിക നേതൃത്വങ്ങളും പങ്കെടുക്കും. നമ്മുടെ പ്രിയപ്പെട്ട സമസ്ത മേഖല സെക്രട്ടറി ബഹുമാനപ്പെട്ട മുസ്തഫ സഖാഫി ഉസ്താദ് ഉദ്ഘാടനം നിർവഹിക്കും. അതുപോലെ തന്നെ SSF സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഷെരീഫ് മാസ്റ്റർ പങ്കെടുക്കും. SSF അരൂർ ഡിവിഷന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി റാലിയും സമ്മേളനവും ഏപ്രിൽ 29 ചൊവ്വാഴ്ച വടുതലയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏപ്രിൽ 29 വൈകിട്ട് 4 മണിക്ക് കൊമ്പനാമുറി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ 300-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വടുതല ജംഗ്ഷനിൽ റാലി സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം സമസ്ത ചേർത്തല മേഖല ഫിനാൻസ് സെക്രട്ടറി മുസ്തഫ സഖാഫി ഉദ്ഘാടനം ചെയ്യും. SSF അരൂർ ഡിവിഷൻ പ്രസിഡന്റ് അഫ്സൽ സഖാഫി അധ്യക്ഷത വഹിക്കും. അഫ്സൽ പാണാവള്ളി സ്വാഗതം പറയും. സവാദ് ഉലൂമി, അഫ്സൽ പാണാവള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടക്കരപ്പള്ളി പടിഞ്ഞാറേക്കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. 2ാം ദിവസം നടന്ന ബാലികമാരുടെ തിരുവാതിര കളി ശ്രദ്ധേയമായി. കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. 2ാം ദിവസം നടന്ന ബാലികമാരുടെ തിരുവാതിര ശ്രദ്ധേയമായി. പടിഞ്ഞാറെ കൊട്ടാരം ഭാഗവത സപ്താഹയജ്ഞത്തിൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചത്. 2ാം ദിവസമായ ഞായറാഴ്ച നടന്ന നരസിംഹാവതാരം ഭക്തിസാന്ദ്രമായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ബാലികമാരുടെ തിരുവാതിര കൊട്ടാരം മൂകാംബിക തിരുവാതിര സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തിരുവാതിര ഒരുക്കിയത്. സപ്താഹം മെയ് 2-ന് സമാപിക്കും. കൊല്ലം വള്ളിക്കീഴ് ഗംഗാധരൻ നായരാണ് യജ്ഞാചാര്യൻ. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി തുടങ്ങിയവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ.
മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണം. ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ശയനപ്രദക്ഷിണം നടത്തി. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ദേശീയ റോവിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ആലപ്പുഴയിൽ തുടരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 22 സംസ്ഥാനങ്ങളിൽ നിന്നായി 450-ലേറെ താരങ്ങൾ പങ്കെടുക്കുന്നു. ഏപ്രിൽ 30-ന് സമാപിക്കും. മലയാള സിനിമയുടെ പിതാവായ ജെ.സി. ഡാനിയൽ ഓർമ്മയായിട്ട് അരനൂറ്റാണ്ട്. പിതാവിൻ്റെ 50-ാം ചരമവാർഷിക ദിനം വിസ്മരിച്ച മലയാള സിനിമാ ലോകം. ജെ.സി. ഡാനിയലിൻ്റെ ചരിത്രം സമൂഹത്തിന് സമർപ്പിച്ചത് ചേർത്തല സ്വദേശിയായ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ. പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് കെ വാര്യർക്ക് സ്മരണാഞ്ജലി. ചേർത്തലക്കാരുടെ വാര്യർ സാർ ഓർമ്മയായിട്ട് 3 വർഷം. ശിഷ്യഗണങ്ങൾ ചേർന്ന് രൂപീകരിച്ച സുവർണത്തിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ അനുസ്മരണം. പെട്ടിമുടി ദുരന്തഭൂമിയിലെ കൂവി എന്ന നായയെ മലയാളികൾ മറക്കില്ല. പെട്ടിമുടിയിൽ നിന്ന് ചേർത്തലയിൽ കൊണ്ടുവന്ന കൂവി മലയാള സിനിമയിൽ നായികയാവുന്നു. നജസ് എന്ന സിനിമയിലാണ് കൂവി നായികയായി എത്തുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.